സത്യമാണ്. ഈ അനീതി നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥിതിയോട് ക്രിയാത്മകമായി സർഗാത്മകമായി പ്രതികരിക്കേണ്ട സഭ തന്റെ ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ മറന്നു എന്നതാണ് സത്യം. ഉത്തരവാദിത്വം മറന്നു എന്ന് മാത്രമല്ല, ഈ സഭ ചെയ്തത് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പ്രയോജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെ ഈ പ്രഭുക്കന്മാരെ സംഘടിപ്പിക്കുകയും പല മെത്രാന്മാരും ഈ പ്രഭുക്കന്മാരെ തങ്ങളുടെ കീഴിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ വിവിധ പ്രഭുക്കന്മാരുടെ അധിപനാണ് മെത്രാൻ എന്ന അവസ്ഥ സംജാതമായി. 1807 കൊളോൺ മെത്രാപ്പോലീത്തായിക്ക് 1700ഓളം പ്രഭുക്കളുടെ മേല് അധികാരമുണ്ടായിരുന്നു. ഈ പ്രഭുക്കളുടെ സൈന്യങ്ങളെല്ലാം ആത്യന്തികമായി കൊളോൺ മെത്രാന് വേണ്ടി പോരാടിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഫ്യൂഡൽ വ്യവസ്ഥിതി 800കളില് എപ്രകാരം സഭയെ സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടത്. 800കളിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി സഭയ്ക്ക് ദോഷകരമായി ബാധിച്ചു എന്നത് സത്യമാണ്. കാരണം ഈ ഭൂവുടമകളും മുതലാളിമാരുടെയും ആണ് സഭ എന്ന ധാരണ സംജാതമായി. സാധാരണക്കാരനും അവന്റെ അവകാശങ്ങളും അവന്റെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികളും ആത്യന്തികമായി ഉയർത്തേണ്ട സഭ ആ രംഗത്ത് വീഴ്ച വരുത്തി എന്ന് പറയുന്നതാണ് സത്യം. ചരിത്രപരമായൊരു വസ്തുതയാണ്. ഈ വസ്തുതയെ സഭ ഒരിക്കലും നിഷേധിക്കുന്നില്ല. തന്റെ പ്രയാണത്തിനിടയിൽ സഭയുടെ മാനുഷിക വശത്തിന് സംഭവിച്ച ചില അപജയങ്ങളെ തുറന്ന് സമ്മതിക്കാൻ സഭ ഒരു കാലത്തും മടിച്ചിട്ടുമില്ല. ദിവംഗതനായ ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മഹാജൂബിലി വർഷത്തിൽ സഭയിൽ സംഭവിച്ച കുറവുകൾക്ക്, പോരായ്മകൾക്ക് പത്രോസിന്റെ ബസിലിക്കായിൽ നിന്ന് ലോകത്തോട് മുഴുവനും മാപ്പ് ചോദിച്ച് സംസാരിച്ചത് ഈ അവസരത്തിൽ നാം ഓർക്കുന്നത് നല്ലതാണ്. ഇപ്രകാരമുള്ള സാമൂഹിക അനീതികളെ സർഗാത്മകമായി നേരിടാനുള്ള കരുത്ത് സഭയ്ക്കുണ്ടായിരുന്നു, അല്ലെ സഭയ്ക്കേ ഉള്ളൂ. അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് സഭയുടെ ഭാഗത്തെ തെറ്റ്. ചെയ്യാതിരുന്നു എന്ന് മാത്രമല്ല, ഇത്തരം വ്യവസ്ഥിതികളുടെ നന്മകളെ, ഗുണങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ അക്കാലത്തെ സഭാ നേതൃത്വം പരിശ്രമിച്ചു എന്നതും വസ്തുതാപരമായ ചരിത്രമാണ്. ഇപ്രകാരമുള്ള ഈ ജന്മി വ്യവസ്ഥിതി സഭയില് ശക്തമായി രൂപപ്പെടാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ സഭയുടെ അച്ചടക്കം നഷ്ടമായി. സഭയിലെ അച്ചടക്കം നഷ്ടമായി എന്ന് പറയുമ്പോൾ വൈദികരെല്ലാം പ്രഭുക്കന്മാരെ പോലെ അധികാരം കൈയാളിയപ്പോൾ ആത്മീയ രംഗം സമ്പൂർണമായും ശുഷ്കമായി തുടങ്ങി എന്നതാണ് സത്യം. പരിശുദ്ധ കുർബാന, കുമ്പസാരം, മാമോദീസ തുടങ്ങിയ ആത്മീയ മേഖലകൾ ഒരു പരിധിവരെയും സഭയിൽ അവഗണിക്കപ്പെട്ടു. എല്ലാവരും ഈ പവർ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിന്റെ കരുനീക്കങ്ങളിൽ ശ്രദ്ധിച്ചപ്പോൾ സഭയുടെ ദൈവീകമാനത്തെ വലിയൊരു പങ്ക് അവഗണിക്കുന്ന പ്രവണത സഭയിൽ സംജാതമായി. അതുകൊണ്ട് കൂടുതൽ പ്രഭുക്കന്മാരെ വരുതിയിൽ നിർത്തുന്നയാള് കൂടുതൽ ശക്തനായ സഭാധികാരി എന്ന നില വന്നു എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. ഈ അപകടത്തിനിടയിലും ചില പ്രകാശ നാളങ്ങൾ സഭയിൽ ഉണ്ടായിരുന്നു എന്നത് ഈ സഭയുടെ ദൈവീകമാനത്തിന്റെ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നു. നിക്കോളാസ് ഒന്നാമൻ പാപ്പായെയാണ് ഈ രംഗത്ത് എനിക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ മാർപ്പാപ്പ ചെയ്ത ഒരു കാര്യം ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന ലൊത്തേർ, ഇദ്ദേഹം മഹാനായ ഷാൽമേൻ ചക്രവർത്തിയുടെ കൊച്ചുമോനാണ്. ഈ ലൊത്തേർ ചക്രവർത്തിക്ക് തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന തന്റെ ദാസിമാരിൽ ഒരാളെ പരിഗ്രഹിച്ചാൽ കൊള്ളാം, വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നൊരു മോഹമുണ്ട്.
ചക്രവർത്തി പറഞ്ഞു, എനിക്ക് ഇതിനുള്ള അവകാശം വേണം. ഫ്രാൻസ്, ജർമ്മനി എന്നിവയെല്ലാം അടക്കി ഭരിക്കുന്ന ലൊത്തയർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹം നടപ്പിലാക്കുക എന്നത് വിഷമകരമായ വിഷയമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, മെത്രാന്മാര് തന്റെ നടപടിയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ജർമ്മനിയിൽ കൂടിയ മെത്രാന്മാരുടെ സിനഡ് പറഞ്ഞു, അയ്യോ, ചക്രവർത്തിക്ക് അങ്ങനെ ഒരു മോഹമുണ്ടെങ്കിൽ ആയിക്കോ, ഞങ്ങൾക്ക് എതിരൊന്നുമില്ല എന്ന് പറഞ്ഞു. നിക്കോളാസ് മാർപ്പാപ്പ പറഞ്ഞു, ഇത് തെറ്റാണ്, തിരുത്തണം. മെത്രാന്മാരോട് വീണ്ടും ഒരിക്കൽ കൂടി സിനഡ് കൂടി തങ്ങളുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ പാപ്പ ഉത്തരവിട്ടു. മെത്രാന്മാര് വീണ്ടും സിനഡ് കൂടി എന്നത് ശരിയാണ്. പക്ഷേ പാപ്പായുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് വീഴ്ച വരുത്തി. അവർ വീണ്ടും ചക്രവർത്തിയെ അനുകൂലിച്ചു. ചക്രവർത്തിയുടെ രണ്ടാം വിവാഹം, നിലവിലുള്ള ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാമതും വിവാഹം ചെയ്യുന്നത് സഭാ നിയമപ്രകാരം കുറ്റകരമാണ്, സഭയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാൻ പോരുന്ന തിന്മയാണ് എന്ന് നമുക്കറിയാം. ഈ നിയമത്തെ ചക്രവർത്തിക്ക് വേണ്ടി കണ്ണടച്ച് ഇരുട്ടാക്കാൻ ചില സഭാധികാരികൾ പരിശ്രമിച്ചു. പക്ഷേ നിക്കോളാസ് മാർപ്പാപ്പായുടെ നടപടി വളരെ കർക്കശമായി. പാപ്പ കൊളോൺ, ട്രിയർ രൂപതകളുടെ മെത്രാപ്പോലീത്താമാരെ ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കി. എന്നിട്ട് വളരെ കർക്കശമായ കൽപ്പന ലൊത്തയർ ചക്രവർത്തിക്ക് നൽകി. ഇയാള് ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ രണ്ടാമതൊരുത്തിയെ വിവാഹം കഴിച്ചാൽ കഴിച്ച ആ ദിവസം മുതൽ സഭയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് പുറത്തായിരിക്കുമെന്ന് ഈ മാർപ്പാപ്പ ഉഗ്രശാസനം നൽകി. ശാസനത്തിന് ഫലം കണ്ടു. ലൊത്തയർ തന്റെ പരിശ്രമം ഉപേക്ഷിച്ച് ആദ്യ ഭാര്യയോടൊത്ത് ജീവിതം പുനരാരംഭിച്ചു. അങ്ങനെ ആ പ്രശ്നം ഭംഗിയായി പരിഹരിക്കപ്പെട്ടു. ഇത് മാർപ്പാപ്പായുടെ സ്ഥാനം ചക്രവർത്തിയുടെ ഭൗതിക അധികാരത്തിനും ഉപരിയാണ് ഈ ആത്മീയ അധികാരം എന്നതിന്റെ തെളിവായിരുന്നു. പക്ഷേ എല്ലാ സഭാ നേതാക്കന്മാരും ഈ രീതിയിൽ തങ്ങളുടെ ആത്മീയ അധികാരത്തെ ഭൗതിക അധികാരത്തിന്റെ ദുഷ്ചെയ്തികളെ തിരുത്താൻ പോരുന്ന ശക്തിയായിട്ട് ഉപയോഗിക്കാന് പരിശ്രമിച്ചിരുന്നില്ല എന്നത് സഭാചരിത്രത്തിലെ സങ്കടകരമായ ഒരു ഇരുണ്ട അധ്യായം തന്നെ എന്ന് സമ്മതിക്കാതെ തരമില്ല. ഈ കാലഘട്ടം എത്തിയപ്പോഴത്തേക്കും വിശ്വാസപരമായി പല അപജയങ്ങളും സഭയിൽ സംജാതമായി എന്നുള്ളതാണ് സത്യം. പല അപജയങ്ങളും സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിന്റെയും അടിസ്ഥാന സമ്പത്താണ് എന്ന് വന്നപ്പോൾ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഈ പ്രഭുക്കന്മാർ ഓരോരുത്തരും അവരവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ദേവാലയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ ദേവാലയത്തിൽ വരുന്ന നേർച്ച കാഴ്ചകള്, വരുമാനം, അതെല്ലാം പ്രഭുക്കന്മാര് എടുക്കാൻ തുടങ്ങി. അവര് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരെ പട്ടം കൊടുത്ത് പുരോഹിതന്മാരായി നിയമിക്കണമെന്ന് മെത്രാന്മാരുടെ അടുക്കൽ ശുപാർശയുമായി വന്നു. പ്രഭുക്കന്മാർ അവർക്ക് വേണ്ടപ്പെട്ടവരെ വൈദികരായി അഭിഷേകം ചെയ്യിപ്പിച്ച് അവരുടെ പള്ളികളിൽ നടപ്പിലാക്കാൻ തുടങ്ങി. ചില രൂപതകളുടെ കണക്ക് പരിശോധിച്ചാൽ ചില രൂപതകളിൽ ഉണ്ടായിരുന്ന 340 പള്ളികളില് വെറും 32 പള്ളികളിൽ, പ്രത്യേകിച്ച് ഫ്രാൻസ്, ജർമ്മനിയില് ചില പള്ളികളില് 90% പള്ളികളും ഇപ്രകാരം പ്രഭുക്കന്മാരുടെ അധികാര സീമയിൽപ്പെട്ട പള്ളികളായിരുന്നുവെന്നും സ്ഥലത്തെ മെത്രാന് വളരെ നാമമാത്രമായ എണ്ണം പള്ളികളുടെ മേലെ നേരിട്ടുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ എന്നും സഭാചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തികച്ചും ദയനീയമാണ്. പണമുള്ളവൻ സ്വന്തമായി പള്ളി പണിയിക്കുന്നു, ആ പള്ളിയുടെ മേല് അവനാണ് അധികാരി, അവിടെ ആര് വികാരിയാകണം അവൻ തീരുമാനിക്കുന്നു, അവിടെ നിന്നുള്ള വരുമാനം അദ്ദേഹം എടുക്കുന്നു. ഈ രീതിയില് സഭാസ്ഥാപനങ്ങളെയും സഭയുടെ ദേവാലയങ്ങളെയും അധികാരമുള്ള പ്രഭുക്കന്മാര്, സ്വാധീനമുള്ള പ്രഭുക്കന്മാര് തങ്ങളുടെ പരിധിയിലാക്കി എന്ന് പറയുമ്പോഴാണ് ഈ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതി സഭയിൽ ഉണ്ടാക്കിയ ഭീകരമായ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും.
അതുകൊണ്ട് തന്നെ സത്യവിശ്വാസത്തെക്കാൾ ഉപരി അന്ധവിശ്വാസങ്ങളെ വളർത്തുന്നതിന് ഈ പ്രഭുക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ദേവാലയ സംവിധാനങ്ങൾ കാരണമായി. അൾത്താര കേന്ദ്രീകൃതമായ വിശുദ്ധ കൂദാശകളുടെ പരികർമ്മത്തിന് പ്രസക്തി കുറയുകയും ആദായകരമായ പല ഭക്തി പ്രസ്ഥാനങ്ങളും സഭയിൽ വർദ്ധിച്ചു വരികയും ചെയ്തു. നമുക്കറിയാം, ജനമെല്ലാം കൗദാശികമായ ആരാധനാക്രമത്തിൽ പങ്കെടുത്ത് ഭക്തിപൂർവ്വം വീട്ടിൽ പോയാൽ അവർക്ക് വരപ്രസാദത്തിൽ വളർച്ചയുണ്ടാവുകയും അതിലൂടെ അവർ കൂടുതൽ സഭാത്മകവും ദൈവീകവുമായ ചിന്താഗതിയുള്ളവരായി തീരുകയും ചെയ്യും. അതിനു പകരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രൂപം കൊള്ളുന്ന പല ഭക്തി പ്രസ്ഥാനങ്ങളും വളർത്തിയെടുക്കുകയും ചെയ്താൽ അതിലൂടെ കൂടുതൽ ആദായമുണ്ടാവുകയും മനുഷ്യന്റെ ഭക്തിയെ അന്ധവിശ്വാസവുമായി ബന്ധിപ്പിക്കുന്നത് ആദായകരമായൊരു മാർഗമായി സഭാചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും പലരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ്. അതിന്റെ തുടക്കം ഞാൻ പറയുന്നു ഈ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഏത് കാലത്ത് ഏതെല്ലാം കോണുകളിൽ സഭയിൽ ഉണ്ടായാലും ഓർക്കുക, അത് സഭയുടെ വളർച്ചയ്ക്കല്ല, സഭയുടെ തളർച്ചയ്ക്ക് മാത്രമേ കാരണമാവുകയുള്ളൂ. ശരിയായ ആധ്യാത്മികത അത് ഒരിക്കലും സമ്പത്തിനെ ഉന്നം വയ്ക്കുന്ന കർമ്മങ്ങളെ ആധാരമാക്കിയതല്ല, മറിച്ച് രക്ഷകന്റെ ദിവ്യമായ ബലിയെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയും കൂദാശകളും അൾത്താര കേന്ദ്രീകൃതമായി ദൈവജനം വളരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയത ഉണ്ടാവും. ഈ ആത്മീയതയെയാണ് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയില് ഇല്ലായ്മ ചെയ്തത്. തൽഫലമായി സഭയുടെ ആധ്യാത്മിക രംഗത്ത് ശോഷണം സംഭവിക്കുകയും സഭയുടെ മാനുഷിക വശത്തിന്റെ വൈകല്യങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ എന്നത് സത്യമാണ്. അതുകൊണ്ട് ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടാക്കിയത് സഭയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് അനിവാര്യമായൊരു സാമൂഹിക ദുരന്തമായി സംഭവിച്ചതാണ് യൂറോപ്പിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ ഇതിനെ എതിർക്കുന്നതിൽ സഭാ നേതൃത്വം തീഷ്ണത കാട്ടിയില്ല എന്ന ആരോപണം സഭയ്ക്ക് എതിരെ അർഹിക്കുന്ന ആരോപണമാണ്. ആരോപണം ചരിത്രപരമായി അനിഷേധ്യവുമാണ് എന്ന് സമ്മതിക്കാതെ തരമില്ല. പക്ഷേ ഈ അപകടത്തിന്റെ ഇരുണ്ട നാഴികകളിലും ദൈവം തന്റെ സഭയെ മുമ്പോട്ട് നയിക്കാൻ പ്രകാശത്തിന്റെ ഗോപുരങ്ങളെ രഹസ്യമായി വളർത്തുകയും